നമുക്ക് തന്നെ ഇപ്പൊ എനിക്ക് തന്നെ കുറച്ച് കമന്റ്സ് വായിച്ചപ്പോൾ ഭയങ്കരമായിട്ടും ഫീൽ ഷെയിം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ, എനിക്ക് ഇങ്ങനെയും പറയാം. കാരണം ഫാമിലിയാണ്, അവരുടെ മക്കള് അല്ല, നിങ്ങളുടെ മക്കള് ഇപ്പൊ കാണുമ്പോൾ തന്നെ അല്ല വളർന്നു വരുമ്പോഴത്തേക്ക് ഇങ്ങനെയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ കേൾക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ. ഇപ്പൊ ഞാൻ അതിൽ ഒരു കമന്റ് പറയാം. നിങ്ങളത് കണ്ടിട്ട് ഒബ്വിയസ്ലി നിങ്ങളത് കണ്ടിട്ടുണ്ട്. ഇപ്പം ചേച്ചിക്ക് അത്രയ്ക്ക് ഇതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു കമന്റ് മുരിക്കിൽ കയറുക, അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുക. അപ്പൊ അത്രയും മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരോട് എന്തായിരിക്കും നിങ്ങൾ പറയാം? ഇപ്പൊ പറഞ്ഞോളൂ, നല്ലൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ പറയണടുത്ത് നമ്മളും ആ ഒരു ലെവലിൽ തന്നെ സംസാരിക്കേണ്ടി വരും. ആ ലെവലിൽ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, നീ ഒരു കമന്റ് കണ്ടെന്നില്ലേ, ആ ഒരു കമന്റിനേക്കാളും വളരെ മോശമായത് ഇപ്പൊ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹെൽഡ് ഫോർ റിവ്യൂ, അത് ബാക്കിയുള്ളവർ കാണാൻ പറ്റില്ല, നമ്മൾ അപ്രൂവൽ കൊടുത്താലേ കാണാൻ പറ്റും. അതിനകത്ത് കുറെ കിടക്കുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അത് നമ്മള് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടെന്നാണെങ്കിൽ അതിലേയും താഴ്ന്ന് നമ്മൾ സംസാരിക്കാണ്ട്, പിന്നെ അതിന് വേണ്ടിയിട്ട് തെറിവിളി പിന്നെ ഈ പറയുന്ന ആളുകൾ അത്രയും ചീപ്പായിട്ടുള്ള കമന്റ്സ് എന്തായാലും അത്രയും ആ ലെവലിലുള്ള ആളുകളായിരിക്കും അത്രയും ചീപ്പ് കമന്റ്സ് ഉണ്ട്. പിന്നെ നമ്മളും അതേപോലെ റെസ്പോണ്ട് ചെയ്ത് പിന്നെ അവരും നമ്മളും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാവില്ലല്ലോ. സോ ജസ്റ്റ് ലീവ് ഇറ്റ്. അങ്ങനെയുള്ള ആളുകളും ഈ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് എല്ലാവരും കാണട്ടെ. അതുകൊണ്ട് തന്നെ കമന്റ് ഡിലീറ്റ് ചെയ്യാത്തത്.